വെൽക്കം ബാക്ക് ടു എജുബോർഡ്. യെസ്, എടാ നമ്മുടെ എക്സാമിന് വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? വിഖ്യാപൻ അല്ലേ? വിഖ്യാപൻ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് തരും, ദെൻ ആ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട്, അതായത് ആ പ്രൊഡക്റ്റ് ആളുകളെ മേടിക്കണം, ആളുകൾ ശ്രദ്ധിക്കണം, ആ രീതിയിൽ നമ്മൾ പൊലിപ്പിച്ചങ്ങ് എഴുതണം അല്ലേ? അപ്പൊ അത്തരത്തിലുള്ള ഒരു വിഖ്യാപൻ നമുക്ക് നോക്കാം അല്ലെ? അപ്പൊ ഏത് രീതിയിലാണ് നമുക്ക് ചോദ്യം വരിക നോക്കിക്കേ. കവി അനങ്ക് കെ നയേ കവിതാ സംഗ്രഹ കാ പ്രകാശൻ ഹുവാ ഹെ. അപ്പൊ ഒരു കവിയുടെ പുസ്തകമാണ് കേട്ടോ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യാണ്? പുതിയൊരു കവിതാ സമാഹാരം പ്രകാശനം ചെയ്യാണ്. ഓക്കെ, അപ്പൊ എന്താ ചെയ്യേണ്ടത്? കവിതാ സംഗ്രഹക്ക് ബിക്രി പഠാനെ കെ ലിയേ എക് വിഖ്യാപൻ തയ്യാർ കരെ. അപ്പൊ നമ്മുടെ പരസ്യത്തിലൂടെ എന്ത് ചെയ്യണം? ആളുകൾ ആ ബുക്ക് മേടിക്കണം. ആ രീതിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? നമ്മൾ വിഖ്യാപൻ തയ്യാറാക്കേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ആരും എന്ത് ചെയ്യരുത്? ഈ ഒരു ചോദ്യം സ്കിപ്പ് ചെയ്ത് പോവരുത്. ഓക്കെ, നമുക്ക് ചിലപ്പം ഈ ഒരു എക്സാമിന് എന്തായിരിക്കും? വിഖ്യാപനം എഴുതാനുള്ള ഒരു ചോദ്യം ഉണ്ടാവും. അപ്പൊ അത് കാണുന്ന സമയത്ത് അത് തട്ടി മാറ്റരുത്. സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു അടിപൊളി ബോക്സ് ഒക്കെ വരച്ചിട്ട് നമ്മുടെ പ്രൊഡക്ഷനെ കുറിച്ച് അങ്ങ് തള്ളിവിടുക. ഓക്കെ, അങ്ങനെ തള്ളി മറിച്ചേക്കണം. നോക്കിക്കേ, ഹിന്ദി സാഹിത്യ ജഗതക്കെ അൻമോൾ രത്നം. ഓക്കെ, ആരാണ്? അനങ്ക് ജി കാ നയ കവിതാ സംഗ്രഹില് അനങ്ക് ജിയുടെ ഒരു പുതിയ കവിതാ സമാഹാരം ഉണ്ട്. അപ്പൊ ഒരു നമ്മളിപ്പം ബുക്ക് വിൽക്കുകയാണല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ ബുക്കിന്റെ ഒരു പിക്ചറൊക്കെ വരയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യാ? ഇതുപോലെ വില വേണമെങ്കിൽ നമുക്ക് 150 മാറ്റിട്ട് 50 കൊടുത്തു ആളുകൾ മേടിക്കണം. അത്രേ നമുക്ക് വേണ്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്താണ് സംഭവം എന്ന് എഴുതുന്നു. ദെൻ എന്താണ്? ബുക്ക് വളരെ വില കുറവിലാണ് നിങ്ങളിലേക്ക് എത്തുന്നതെന്നൊക്കെ പറയാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാ നോക്കിക്കേ. ഖരീദേ, വാങ്ങിക്കോ. പഠേം, വായിക്കോ. മൻ കോ ഖുഷി സെ ഭരേ, അല്ലേ? വാങ്ങൂ, വായിക്കൂ, മനസ്സ് സന്തോഷം കൊണ്ട് നിറയട്ടെ. ഈ രീതിയിൽ എന്ത് ചെയ്യുക? ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ആളുകളിലേക്ക് അങ്ങ് എത്തിക്കുക. ആളുകൾ അതൊക്കെ കേട്ടിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ബുക്ക് വായിക്കണം. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്? പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾ പറയേണ്ടത്. ഓക്കെ, അപ്പൊ എന്താണോ നിങ്ങൾക്ക് തരുന്ന പ്രൊഡക്റ്റ് എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ ഈ രീതിയിൽ എന്ത് ചെയ്യുക? യെസ്, അങ്ങ് തള്ളി മറിച്ചേക്കുക. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇത് പഠിച്ചല്ലോ അല്ലെ? അപ്പൊ ഈ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്? വിഖ്യാപൻ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, യെസ്, അപ്പൊ ഇതുപോലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.